മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂരിൽ ക്ലാസ് റൂമിൽ മൂർഖൻ പാമ്പ്. കുരീശ്ശിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ സി ഡിവിഷനിലെ മേശയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂരിൽ ക്ലാസ് റൂമിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു മൂർഖൻ പാമ്പിനെ കണ്ടെത്തുന്നത്? വിവരങ്ങൾ. ഇത് എപ്പോൾ കണ്ടെത്തി എന്നുള്ള ആ ഒരു കാര്യത്തിലൊന്നും സ്ഥിരീകരണമില്ല. കാരണം സ്കൂൾ അടച്ചു. സ്കൂൾ വിട്ടതിന് ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് ഈ വിവരം പറഞ്ഞപ്പോഴാണ് ഈ കാര്യം രക്ഷിതാക്കൾ പോലും അറിയുന്നത്. രക്ഷിതാക്കളിൽ നിന്നാണ് നമ്മൾ മാധ്യമങ്ങളും ഈ വിവരം അറിയുന്നത്. 3 സി ഡിവിഷനിലാണ് ഇത്തരത്തിൽ മേശ വലിപ്പിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. മൂർഖൻ പാമ്പാണ് എന്നാണ് രക്ഷിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. അതിലൊരു സ്ഥിരീകരണമില്ല. ഈ പാമ്പിനെ പിന്നീട് എന്ത് ചെയ്തു എന്നതിലും സ്ഥിരീകരണമില്ല. കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ സി ഡിവിഷനിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ 3-4 നില വരുന്ന ഈ കെട്ടിടത്തിൽ, ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കെട്ടിടത്തിൽ താഴത്തെ നിലയിലാണ് ഈ സി ഡിവിഷൻ പ്രവർത്തിച്ചിരുന്നത്. ഈ ക്ലാസ് റൂമിൽ വെച്ചാണ് ഇത്തരത്തിൽ ബുക്ക് എടുക്കാനായി ടീച്ചറുടെ മേശവലിപ്പ് തുറക്കുന്ന സമയത്ത് പാമ്പിനെ കണ്ടത്. ഉടൻ സ്കൂൾ അധികൃതർ കുട്ടികളെ അവിടെ നിന്നും വേഗത്തിൽ തന്നെ മാറ്റിയ ശേഷം പാമ്പിനെ അവിടെ നിന്നും മാറ്റിയാണ് പിന്നീട് ക്ലാസ് തുടങ്ങിയത്. രക്ഷിതാക്കൾക്കൊക്കെ കടുത്ത ഒരു അമർഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രക്ഷിതാക്കൾ ഔദ്യോഗികമായി ഈ വിവരം സ്കൂൾ അധികൃതർ മറച്ചു വെച്ചെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് പറയുമ്പോഴാണ് ഈ വിവരം വീട്ടുകാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തന്നെ അറിയുന്നത്. ആ ഒരു അമർഷമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരാനുള്ളൊരു കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവം ക്ലാസ് ടീച്ചർ സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. വാട്സപ്പ് ചാറ്റിലൂടെ സ്ഥിരീകരിച്ചു. പാമ്പിനെ അവിടെ നിന്ന് മാറ്റി. ആ ഭാഗ്യം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വാട്സപ്പ് ചാറ്റെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ വിവരം മറച്ചു വെച്ച് എന്നുള്ളൊരു കാര്യമാണ് രക്ഷിതാക്കൾ പറയുന്നത്. കാരണം സ്കൂളിൽ തന്നെ നമ്മൾ സ്കൂൾ അധികൃതരുമായി പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ആരും തന്നെ ഇത്തരത്തിൽ പാമ്പിനെ കണ്ട വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് പല രക്ഷിതാക്കളെ നമ്മൾ ബന്ധപ്പെട്ടു. ഈ വിവരം കയ്യോടെ തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. എന്തായാലും ഭാഗ്യവശാൽ ഈ പാമ്പിന്റെ കടി കുട്ടികൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മറ്റാർക്കും ഒരു അപകടമോ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നത് മാത്രം ഒരു ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അധ്യാപകർക്ക് മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കുട്ടികളെ എളുപ്പത്തിൽ അവിടെ നിന്നും മാറ്റാൻ കഴിഞ്ഞു. പാമ്പിനെ അവിടെ നിന്നും മാറ്റി. പാമ്പിനെ എന്ത് ചെയ്തു എന്നതിനൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. എന്നിരുന്നാൽ കൂടി ആർക്കും ഒരു പരിപ്പോ അല്ലെങ്കിൽ പാമ്പിന്റെ കടി ഏൽക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഇതിൽ ഏക ആശ്വാസകരമായ കാര്യം. കാർത്തു. ശരി, തൃശൂരിലെ കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ സി ഡിവിഷനിലെ മേശയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണെന്നാണ് കരുതുന്നത്. സ്കൂൾ വിട്ടതിനു ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലെത്തി രക്ഷിതാക്കളോട് കാര്യം പറയുമ്പോഴാണ് ഇത്തരത്തിൽ ക്ലാസ് റൂമിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരുന്നുള്ള കാര്യം രക്ഷിതാക്കൾ അറിയുന്നത്. രക്ഷിതാക്കളുടെ പരാതി അവസാനം സ്കൂൾ അധികൃതരെ അറിയിച്ചപ്പോഴാണ് അധ്യാപിക ഈ കാര്യം സ്ഥിരീകരിച്ചത്. 3ാം ക്ലാസ്സിലെ സി ഡിവിഷനിലെ മേശയിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. യാതൊരു കുട്ടികൾക്കും അപകടം ഉണ്ടാകാത്തത് വലിയൊരു ദൈവാനുഗ്രഹമായി തന്നെയാണ് കാണേണ്ടത്. കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഇപ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയിൽ രക്ഷിതാക്കൾ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. കുരിയച്ചിറ സെന്റ് പോൾസ് പബ്ലിക് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.